CBSE ബോർഡ് പരീക്ഷയിൽ 100% വിജയം ജനശക്തി പബ്ലിക് സ്കൂൾ കരസ്ഥമാക്കി. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് നടത്തി. ജനശക്തി പബ്ലിക് സ്കൂളിന് ഇക്കഴിഞ്ഞ CBSE ബോർഡ് പരീക്ഷയിൽ മികച്ച നേട്ടം. സ്കൂൾ 100% വിജയം കരസ്ഥമാക്കിയതായി അധികൃതർ അറിയിച്ചു. 31 വർഷം സ്കൂൾ പിന്നിടുമ്പോൾ CBSE ബോർഡ് പരീക്ഷകളിൽ 10-12 ക്ലാസുകളിൽ 100% വിജയം ജനശക്തി പബ്ലിക് സ്കൂൾ ആവർത്തിക്കുകയാണ്. ഇക്കുറി 10ാം ക്ലാസ് പരീക്ഷയിൽ ശ്രീഹരി ആർ 3 വിഷയങ്ങൾക്ക് 100-ൽ 100 മാർക്കും 2 വിഷയങ്ങൾക്ക് 100-ൽ 99 മാർക്കും നേടി നേട്ടം കൊയ്തു. ഗൗരി നന്ദന 2 വിഷയങ്ങൾക്ക് 100-ൽ 99 മാർക്കും മറ്റ് 3 വിഷയങ്ങൾക്ക് 100-ൽ 97 മാർക്കും വാങ്ങി 2ാം സ്ഥാനവും കരസ്ഥമാക്കിയതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. 4 വിദ്യാർത്ഥികൾ 90%-നും 95%-നും ഇടയിൽ മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് ക്ലാസും കരസ്ഥമാക്കി. കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് ജനശക്തി പബ്ലിക് സ്കൂളിൽ നടന്നു. അനുമോദന യോഗം കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ ഈ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന പൊതുപ്രവർത്തകരായ കുറച്ചാളുകൾ ചേർന്ന്, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള കുറച്ചാളുകൾ ചേർന്ന് രൂപീകരിച്ച ഈ സ്ഥാപനം ഇന്ന് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. കണ്ടലൂർ പഞ്ചായത്ത് നമ്മുടെ നാടിലെ ചെറിയൊരു പഞ്ചായത്താണ്. ആ ചെറിയ പഞ്ചായത്തിന് അഭിമാനകരമായി പറയുവാൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി നമ്മുടെ ജനശക്തി സ്കൂൾ വളർന്നു വന്നു എന്നുള്ളതാണ് നമുക്ക് മാതൃകയായി ഉയർത്തി കാണിക്കുവാൻ കഴിയുന്നത്. ജനശക്തി സ്കൂളിൻ്റെ പ്രവർത്തനം നമ്മുടെ നാടിന് മാതൃകയാണ്. കായിക രംഗത്തും അതേപോലെ തന്നെ അക്കാഡമിക് മേഖലകളിലുമൊക്കെ തന്നെ വളരെ മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളാണ്. LKG മുതൽ ഈ +2 വരെ പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകർ, അപ്പോൾ അവരുടെ പിന്നെ അതുപോലെ തന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത തരത്തിൽ രക്ഷകർത്താക്കളുടെ പൂർണ്ണമായ പിന്തുണ, അതാണ് നമ്മുടെ ജനശക്തി സ്കൂളിൻ്റെ വിജയത്തിൻ്റെ കാര്യം. ഇന്ന് തന്നെ നമ്മുടെ ഈ പ്രാവശ്യത്തെ റിസൾട്ട് ഇപ്പോഴത്തെ 10ാം ക്ലാസ് പരീക്ഷ, CBSE 10ാം ക്ലാസ് പരീക്ഷ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യ രാജ്യത്ത് 2 തരം പരീക്ഷ നടത്തുക എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ്. ഏതൊരു കുട്ടിയെയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെയും അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവനെ അനുമോദിക്കണമെങ്കിൽ അത് വേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അതിൻ്റെ അച്ഛനമ്മമാർ അതിൻ്റെ വേണ്ട സമയത്ത് തന്നെ അവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത നടപടിയാണ് ആ ഒരു സൽക്കാര സദസ്സെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ മറ്റുള്ള രക്ഷകർത്താക്കൾക്കും ഇതൊരു മാതൃകയാണ്. തങ്ങളുടെ മക്കളെ ഏത് സമയത്താണോ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അതേ സമയത്ത് തന്നെ ചെയ്തില്ലെങ്കിൽ അത് ഗുണം ചെയ്യില്ല. സ്കൂൾ മാനേജർ CM വിജയൻ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ R. സജീവ് സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ രശ്മി ജയപ്രകാശ്, ട്രസ്റ്റ് സെക്രട്ടറി ചന്ദ്രൻ നായർ, PTA പ്രസിഡന്റ് M. രഘുനാഥ്, വൈസ് പ്രിൻസിപ്പൽ P. ലേഖ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സിന്ധു സന്തോഷ്, മദർ PTA പ്രസിഡന്റ് P. കല, സ്റ്റാഫ് സെക്രട്ടറി ബിനു C, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, അനധ്യാപകർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.